ഹലോ മുത്തുമണികളെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വിരസത തോന്നുമായിരിക്കും. പക്ഷെ ഇത് പറയാതെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അതായത് ഇന്നലെ ഒരു പുള്ളിക്കാരി പിന്നെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് എങ്ങാണ്ട് ഇട്ടിട്ടുണ്ട്. അതിൽ ഷെഫീന താത്ത അവളുടെ കുഞ്ഞിന് 500 രൂപ കൊടുത്ത് എന്ന് പറയുന്നത് കമൻ്റാണ്. ആ ഒരു കമൻ്റാണ് എടുത്തിട്ടേക്കുന്നത്. പക്ഷെ ഇതിനും ഒരു മൂല കാരണമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു നോമ്പിൻ്റെ സമയത്താണ് ഷെഫീന താത്ത ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം, കട്ടൻ ചായയല്ല, ഒരു ഗ്ലാസ് വെള്ളമാണ് ഇവർ വാങ്ങിച്ച് കുടിച്ച്, അതായത് അവൾക്കൊരു വിഷമമാവണ്ട എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച് കുടിച്ചു പോയ ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ട് നിരന്തരം എല്ലാ ലൈവുകളിലും വന്ന് നീ എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് കുടിച്ചില്ലേടി, നീ എൻ്റെ വീട്ടിൽ നിന്ന് നാണമില്ലാതെ വെള്ളം വാങ്ങിച്ച് കുടിച്ചില്ലേടി, നീ എൻ്റെ വീട്ടിൽ അങ്ങനെ നിരന്തരം ഒരുപാട് ലൈവുകളിൽ ഈ വൃത്തികെട്ട സ്ത്രീ, നമ്മുടെ വീടുകളിലാണെങ്കിലും ഒരു ഗസ്റ്റായിട്ട് വരുന്ന ഒരാൾക്ക് നമ്മളൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് അത് മര്യാദയിൽപ്പെട്ടതാണ്, സാമാന്യ മര്യാദയിൽപ്പെട്ടതാണ്. മനുഷ്യനായവരാരും തന്നെ ഒരു ഗസ്റ്റായിട്ട് വരുന്ന ഒരാൾക്ക് നമ്മളൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ വിടില്ല എന്നുള്ളതാണ്. അവളുടെ വീട്ടിലേക്ക് കയറി ചെന്ന ആ ഇത്തയ്ക്ക് ഇവൾ കൊടുത്ത ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചിട്ട് അവർ വെറുതെ അവിടെ നിന്ന് കയ്യാട്ടിക്കൊണ്ട് ഇറങ്ങി പോവുകയായിരുന്നില്ല ചെയ്തത്. അവരവരുടെ കയ്യിൽ നിന്നും 500 രൂപയും അവരവരുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരുന്ന അതിൽ നിന്ന് ഒരു മാങ്ങയും ഈ കുട്ടികൾക്കെടുത്ത് കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഇവള് ലൈവിൽ വന്നിട്ട് പിന്നെ ഇവരെ ഈ കുടിച്ച വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവരെ ആക്ഷേപിച്ചപ്പോൾ, നിൻ്റെ മോൻ്റെ കയ്യിൽ ഞാൻ 500 രൂപ എടുത്ത് കൊടുത്തിട്ടല്ലേടി പോയത്, അങ്ങനെ അത്ര അന്തസ്സ് പറയുന്നവളാണെങ്കിൽ അതിങ്ങ് തിരിച്ചതാ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിനെ വളച്ചൊടിച്ചിട്ട് ഇവളാ ലൈവ് ആ ഒരു പോസ്റ്റ് എടുത്ത് അവിടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കുടിച്ച വെള്ളത്തിന് കണക്ക് പറയുന്ന നപുത്സകമേ, നാശമേ, ഒരു മനുഷ്യന് കുടിച്ച വെള്ളത്തിന് കണക്ക് പറയുന്ന ഇവളെ ശരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എത്രത്തോളം ഒരു മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു വല്ലാത്ത കഴിവാണ് കേട്ടോ സ്ത്രീയെ. നിനക്ക് ഒരു വല്ലാത്തൊരു കഴിവാണ്. ഈ മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് വല്ലാത്തൊരു കഴിവാണ്. എന്നിട്ട് ഇതേ സ്ത്രീ തന്നെ പറഞ്ഞ്, നീ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് തന്ന ആ 500 രൂപ നീ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ നിനക്ക് തിരിച്ചു തരാടി എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ ഇന്നത്തെ ലൈവിൽ പറയുന്നത്, നീ എൻ്റെ വീട്ടിൻ്റെ വാതുക്ക വന്നാൽ നിൻ്റെ കെണ്ട അടിച്ച് മുറിക്കുമെന്ന്. ഇത് തന്നെയാണ് ജനങ്ങളെ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. അയ്യോ പാവം കരുതി ഇവൾക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് പിന്നിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഒരുപാട് വലിയ വേദനകളാണ്, വിഷമതകളാണ്. കയ്യിലിരിക്കുന്ന പൈസയും എണ്ണി കൊടുത്തിട്ട് എത്രത്തോളം അപമാനപ്പെടേണ്ടി വരുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഞങ്ങൾ അനുഭവസ്ഥരാണ് ഇത് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.